നിങ്ങൾക്കല്ലേ ഏത് പത്രമാണ് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ അറിയയില്ല. ഇടത് മുന്നണിയുടെ അവർ എല്ലാവരും ഗവൺമെൻറ്റിനെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ് വന്നവരെല്ലാം. ഈ ഗവൺമെൻറ് തുടരണം എന്നാണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരൊറ്റ ആളൊഴിയാതെ. ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ. ചിലർ ഞങ്ങളുമായിട്ട് പണങ്ങുന്നുണ്ട്. പണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പണങ്ങിയേ പോകുന്നുള്ളൂ, പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അത് ചിലപ്പോൾ ചിത്തിരെടുത്തിട്ടുണ്ടാവും. പുറത്താക്കി എല്ലാവരെയും ഒരേപോലെ പുറത്താക്കലല്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊന്നുമില്ല. ഇപ്പം പ്രാവശ്യമല്ലേ പറയുന്നത്. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല. പാർട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്, പുറത്താക്കിയത് തന്നെ. അതുകൊണ്ട് ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കൈ നിലപാട് സ്വീകരിക്കുക? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ബാധ്യത? അത് ചിലപ്പോൾ ചിത്തിരെടുത്തിട്ടുണ്ടാവും. പുറത്താക്കി എല്ലാവരെയും ഒരേപോലെ പുറത്താക്കലല്ല. എല്ലാം മെറിറ്റ് അനുസരിച്ചിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. ആരാ ചോദിച്ചത്? ഒരാളോടും വെറുപ്പില്ല. വ്യക്തിപരമായിട്ട് വെറുപ്പല്ലല്ലോ സംഘടനാപരമായ തീരുമാനം. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാതെ ഏത് പത്ര മാതൃഭൂമി തീരെ മനസ്സിലാവില്ല. ഉറപ്പല്ലേ? ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. ചേർത്ത് പിടിക്കുന്നയാൾ കോൺഗ്രസിന്റെ ഒപ്പം പോകുന്ന ആളെ ചേർത്ത് പിടിക്കുമോ ആരെങ്കിലും? എങ്ങനെ കാണാനും? ഒറ്റ വോട്ടും മാറൂല, ഒരു വോട്ടും മാറൂല. പക്ഷെ സുരേഷ് മാത്രമല്ല, ഇപ്പൊ ഇടത് മനസ്സുള്ള ജയൻ ചേർത്തല പോലുള്ള ആളുകൾ ഇപ്പൊ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന് വിവരം ആയിക്കോട്ടെ. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു ഭാഗത്ത് മാറ്റമല്ലോ മാത്രം. ഞാൻ ഇപ്പോൾ രാവിലത്തെ പ്രഭാത യോഗത്തിൽ പോയപ്പോൾ നൂറുകണക്കിന് ആളുകളുമായി വന്ന കോൺഗ്രസ് നേതാവിനോട് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ പാർട്ടിയിൽ ചേർന്നിരിക്കുകയാണെന്ന്. അത്ര മുമ്പ് തന്നെ ചേർന്നിട്ടുണ്ട്. ഒരുപാട് ആൾ വരുന്നുണ്ട്. അതിലൊന്നും അന്തം വിട്ടുപോകണ്ട. ആരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചിലപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമായിട്ട് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങളാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വിട്ടുനിൽക്കുന്നവരെ മുഴുവൻ പാർട്ടിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. തുടർച്ചയായി ഭരണം കിട്ടുന്നത് പാർട്ടിയോട് ചില ആളുകൾക്ക് അകൽച്ച ഉണ്ടാക്കുന്നു, പാർട്ടിയുമായി സ്നേഹമുള്ള പലർക്കും അകൽച്ച ഉണ്ടാക്കുന്നു. തീരെ തെറ്റായ പ്രവണതയാണ്, തെറ്റായ രീതിയാണ്. അതൊന്നും ശരിയല്ല. ഭരണം തുടർച്ചയായി വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കില്ല ആകുന്നുണ്ടോ ഇല്ലയോ? അദ്ദേഹം ഞങ്ങൾ പാർട്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരൊന്നും പാർട്ടി മെമ്പർമാരോ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊന്നും അല്ലല്ലോ. ഞങ്ങൾ പല ആളുകളെയും പൊതുവായ വേദിയിൽ സഹകരിപ്പിക്കാറുണ്ട്. പാർട്ടി മെമ്പർഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല. പാർട്ടി മെമ്പർഷിപ്പൊന്നും ഇല്ലാതെ വരെ തന്നെ ഞങ്ങൾ പല വേദിയിലും സഹകരിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നം വെച്ച് ചിലർ ഞങ്ങളുമായിട്ട് പണങ്ങുന്നുണ്ട്. പണങ്ങുന്നവരെ പരമാവധി പണക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. പണങ്ങിയേ പോകുന്നുള്ളൂ, പറഞ്ഞാൽ അവരങ്ങ് പോകും. അതിൽ വേറെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല. അത്ര കണ്ടാൽ മതി. നിങ്ങൾക്കല്ലേ ഏത് പത്രമാണ് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ അറിയയില്ല? ഏത് പത്രം? ഏത് പത്രം? ജനം. പിന്നെ ജനം ഇതിനപ്പുറം വരെ പറഞ്ഞിട്ട് കാര്യം അറിയില്ല. കടകംപള്ളി സൂര്യൻ ഞാൻ ഇവിടെ ഇല്ലുണ്ടായിരുന്നു. കടകംപള്ളി സൂര്യൻ അവിടെ പോയിട്ടുണ്ട്. എന്നോട് ചോദിച്ചിരുന്ന കാര്യം നിങ്ങളാരും പോയിട്ടുണ്ട് എന്നോടാ? അതാ കാര്യം. നിങ്ങൾ ആയിരുന്നു അല്ലേ? അറിയില്ല, അതെന്റെ അറിയില്ല. മണിശങ്കർ അയ്യർ രമേശ് ചെന്നിത്തല മാത്രമല്ല, ഇനി വി ഡി സതീശനും വേറെ കളവിന്ന് പറയും. ഇന്നത്തെ നാളെ 10 സമ്മേളനം ഇല്ലാതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. ഓരോ ദിവസവും ഓരോ കളവല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കളവ് നാളെ മണിശങ്കർ അയ്യരുമായി ബന്ധപ്പെട്ട് പറയും. മണിശങ്കർ അയ്യർ എന്താ പരിഹസിച്ചത്? കോൺഗ്രസ് അല്ല പറഞ്ഞോ? അതെ, അദ്ദേഹം പറഞ്ഞത് ഗാന്ധി കണ്ട സ്വപ്നം നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്, പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞത് ഇവിടെ പറഞ്ഞു നടക്കുന്ന ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പറഞ്ഞു നടക്കുന്നതിന് വിരുദ്ധമായിട്ടാണ്. ഇവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം പോലും അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. എല്ലാ വികസനത്തിനും എതിരാണ്. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലേ ഉള്ളൂ. എന്നിട്ട് എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ അതിശക്തിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു.
ഇപ്പോൾ ജാഥയിൽ പറയാൻ പറ്റുന്നില്ല. വികസനം എന്ന് പറയുന്ന പദയെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തി. അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ എല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരൊറ്റ ക്രിയാത്മകമായ നിർദ്ദേശം അവർക്ക് മുന്നോട്ടേക്ക് പോകാനില്ല. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ. ദയനീയമായ ചിത്രമാണ്. കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയ അവര് 6 തവണ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടി എടുത്തില്ല. പിന്നെ മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷമാണ് കേസ് പോലും രജിസ്റ്റർ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോ ഒരു പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെ പരാതി വന്നാൽ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ? അല്ല, പി ടി കുഞ്ഞുമോഹനെതിരെ നടപടി എടുത്ത ഈ ഗവൺമെന്റിനാണല്ലോ. ആവശ്യമായ നിലപാട് സ്വീകരിച്ചത് ഗവൺമെന്റിനെയാണ്, വേറെ ഗവൺമെന്റ് ഒന്നുമല്ല. കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്, പിണറായി ഗവൺമെന്റ് തന്നെയാണ്. വാർത്തകൾ വരികയും വരാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിലപാട് സ്വീകരിച്ചത് ഗവൺമെന്റ് ആണെന്ന് അർത്ഥം. അതിന് ഊന്നാണ്ട് ആരോ കുറഞ്ഞ വാർത്ത നോക്കി വരെ കാര്യമുണ്ടോ? രാഹുൽ വിഷയത്തിൽ കാണിച്ചിട്ട് ധൃതി, വിഷയത്തിൽ കാണിച്ചിട്ട് ധൃതി, അതിലെല്ലാവരോടും സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ആരും എന്നുള്ള പ്രശ്നമില്ല. അത് രാഹുലായാലും പി ടി ആയാലും ആരായാലും. പക്ഷെ മറ്റൊന്ന്, കോഴിക്കോട് വെച്ചൊരു വയോധികനായ ആള് മാഷ്ക്ക് പെൻഷൻ തുക നൽകി അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നലെ മുതൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ 2 പ്രതികരണമുണ്ട്. 2 നോക്കിയാൽ മതി. 2 പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു പ്രതികരണം മാത്രമല്ല, 2 പ്രതികരണമുണ്ട്. അത് 2 കൂടി വായിച്ചു നോക്കും. അവസാനം വന്ന പാർട്ടി അല്ല, അവസാനം വന്നതും കൂടി വായിച്ചു നോക്കുന്നു. അതാ ഞാൻ പറഞ്ഞു. ഇന്നലെ വന്നത് കൂടി വായിച്ചിട്ടാണ് നാളെ പറയാം. പക്ഷേ ജാഥകൾ സമാപിക്കുകയാണ്, ഇനി സീറ്റ് ചർച്ചകളിലേക്ക് കടന്നു. പിന്നെന്താ നിമിഷം സീറ്റ് ചർച്ച കഴിഞ്ഞും അതുപോലെ മറ്റു ഇടതുപക്ഷ മുന്നണിയുടെ ചർച്ചയൊക്കെ എല്ലാം നടത്താൻ ബാക്കിയിരിക്കുകയാണ്. എല്ലാം നടത്തും. ഈ ജാഥയുടെ ഭാഗമായിട്ട് പ്രഭാത യോഗങ്ങളുണ്ട്. പൊതു സംവദിക്കുന്നുണ്ട്. വളരെ വലിയ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു ആ യോഗം. എന്താണ് ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള ഇടതുമുന്നണിയുടെ അവര് എല്ലാവരും ഗവൺമെന്റിനെ അങ്ങേയറ്റം പ്രശംസിക്കുകയാണ്. വന്നവരെല്ലാം ഈ ഗവൺമെന്റ് തുടരണം എന്നാണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ആളൊഴിയാതെ വന്ന മുഴുവൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.